UCL സെമി ഫൈനൽസ്. എൻ്റെ പ്രഡിക്ഷൻ ഓൾറെഡി ഊമ്പലായിട്ടുണ്ട്. എംബാപ്പെ ഫൈനലിൽ റയൽ മാഡ്രിഡിനെതിരെ ഗോൾ അടിച്ചിട്ട് PSG കപ്പടിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ബട്ട് എംബുമോനും കൂട്ടർക്കും ബൊറൂഷിനെ തോൽപ്പിക്കാൻ വരെ വയ്യ. PSG മാച്ചിനെ പറ്റി ഞാൻ അത്രേ പറയണുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് ഹമ്മൽസിനെ പറ്റി പറയണം. റോൾസ് റോയ്സ് ഹമ്മർ. ഹമ്മൽസ് അങ്ങനെയാണ് ഇപ്പോൾ UCLന്റെ സെമി ഫൈനലിലെ 2 ലെഗിലും മാൻ ഓഫ് ദി മാച്ച്. ആ ഒരു ക്രൂഷ്യൽ സെക്കൻഡ് ലെഗ് ഗോൾ ഹി കുക്ക്ഡ്. ഇനി അടുത്ത UCL സെമി ഫൈനൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബയേൺ മ്യൂണിക്. ഫുട്ബോൾ ഹെറിറ്റേജ് ഉള്ള ഒരു മാച്ചപ്പ്. ഫസ്റ്റ് ലെഗ് 2-2 എൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ 2 ടീമിനും ഈക്വൽ ചാൻസസ് ഉള്ള ഒരു മാച്ച്. ആക്ച്വലി ഈക്വൽ ചാൻസസ് എന്ന് പറയാൻ പറ്റൂല, കാരണം റയൽ മാഡ്രിഡിന് ഒരു എക്സ്ട്രാ ആളുടെ ഹെൽപ്പ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അവർ 4-3 ജയിച്ചു. ഐം ജോക്കിങ്. ഓക്കെ, കാരണം മാച്ചിലുള്ള ഡേവിസിന്റെ ഗോളായാലും സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നിട്ട് ജോസെലു ഗോട്ട് അടിച്ച 2 ഗോളുകളായാലും അതിൻ്റെ ഒക്കെ വാല്യൂ ഇപ്പോൾ റോബറി എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാച്ച് എഗെയിൻ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷന്റെ പേരിൽ ബാക്കി നടന്ന 95 മിനിറ്റിലെ ഗെയിം പ്ലേയുടെ വിലയും പോയി. ഇപ്പം മൊത്തം ആ ഒരു റോബറി എന്നുള്ള വാക്ക് മാത്രമാണ് കേൾക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഗോൺ. അതുകൊണ്ട് തന്നെ നമുക്കും ആ ഒരു ഫൈനൽ മിനിറ്റിലെ ഓഫ് സൈഡ് കോളിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ബൈ നിങ്ങൾ കുറേ ആൾക്കാരുടെ 10th റിസൾട്ടൊക്കെ വന്നു എന്നറിഞ്ഞു. ഐ ഡോണ്ട് കെയർ, ബട്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മൾ 300K ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ റിസൾട്ട്സും പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ്. ഫുൾ A+ പോയില്ലേ, അങ്ങനെ തന്നെ വേണം. ഹോൾഡ് ദാറ്റ്. ആദ്യം തന്നെ റഫറിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് ലൈൻസ്മാൻ ആയാലും റഫറി ആയാലും ഇച്ചിരി ഏർലി ആ ഒരു വിസിൽ അടിച്ചു, അല്ലെങ്കിൽ ലൈൻസ്മാൻ ആ ഒരു ഫ്ലാഗ് ഉയർത്തി. അത് മാത്രമാണ് ഇവിടെയുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്ന പാർട്ട്. കാരണം ഇപ്പോൾ VAR ഉള്ളത് കൊണ്ട് തന്നെ പ്ലെയർ ഓഫ് സൈഡ് ആണെന്ന് 100% ഉറപ്പുള്ള സിറ്റുവേഷൻസ് വരെ ആ ഒരു അറ്റാക്ക് പ്ലേ ഔട്ട് ചെയ്യാൻ റഫറിയും ലൈൻസ്മാനും അനുവദിക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. പക്ഷേ ഇത് അത്രക്കും ക്ലോസ് ആയിട്ട് പോലും ലൈൻസ്മാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഫ്ലാഗ് ഉയർത്തി, റഫറി അപ്പം തന്നെ വിസിൽ അടിച്ചു. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് ഇതൊരു റോബറിയാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഡിലിക്റ്റ് ഈ ഒരു സിറ്റുവേഷൻ ഗോൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ. റഫറി വിസിൽ അടിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് എല്ലാവരും കളി നിർത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഡിഫൻഡേഴ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിലിറ്റിന്റെ ഷോട്ട് വന്നതിന് ശേഷം ലൂനിൻ അതിനൊന്ന് ട്രൈ പോലും ചെയ്തിട്ടില്ല. അവരെല്ലാവരും വിസിലിനാണ് പ്ലേ ചെയ്തത്. ബയേൺ മ്യൂണിക് പ്ലേയേഴ്സ് വിസിലിന് പ്ലേ ചെയ്തില്ല. അതാണ് ഡിഫറൻസ്. എഗെയിൻ ഇവിടെ VAR എന്താ ചെക്ക് ചെയ്യാത്തതെന്ന് കുറേ ആൾക്കാർ ചോദിക്കണ കേട്ടു. ബ്രോ, റഫറി വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ VAR മണ്ണാങ്കട്ടി ഒന്നുമില്ല. പ്ലേ ഫോർ ദ വിസിൽ, അതാണ് റൂൾ. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു സിറ്റുവേഷൻ ഓൺ സൈഡ് ആണോ ഓഫ് സൈഡ് ആണോ എന്നുള്ള ചോദ്യത്തിന് 2 തരത്തിൽ ആളുകൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും VAR ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസിഷൻ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ പോലും അത് ഓഫ് സൈഡ് ആവാൻ തന്നെയാണ് ചാൻസസ്. കാരണം ഡിലീറ്റിന്റെ ഷോൾഡർ ആയാലും മസ്രായിയുടെ നീ ആയാലും രണ്ടും ഏകദേശം ഓഫ് സൈഡ് പൊസിഷനിലാണ്. സോ VAR ചെക്ക് ചെയ്താലും ഓഫ് സൈഡ് പൊസിഷൻ ഓടി ഒരു പ്ലെയർ അറ്റംപ്റ്റ് ചെയ്ത ബോള് അത് ഓഫ് സൈഡ് തന്നെ വിളിക്കുള്ളൂ. പിന്നെ റുഡിഗറിന്റെ കൈ ഉണ്ടല്ലോ എന്നൊന്നും പറഞ്ഞ് ആരും വരല്ലേ. ഓക്കെ, സീരിയസ്ലി ആകെയുള്ള ഒരു മിസ്റ്റേക്ക് എന്നുള്ളത് റഫറി ഇച്ചിരി ഏർലി ആ ഒരു ഫ്ലാഗ് അടിച്ചു, വിസിൽ വന്നു. അതുമാത്രമാണ്. ഈ ഒരു പ്ലേ റൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കോൺട്രവേഴ്സിയും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. അതാണ് സത്യം. ആൻഡ് മാച്ചിന് ശേഷം ദിലീറ്റിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ലൈൻസ്മാൻ എൻ്റെ അടുത്ത് ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറഞ്ഞു എന്നുള്ളത്. ബട്ട് ലെറ്റ്സ് ബി റിയൽ, ഒരു ലൈൻസ്മാൻ ആയാലും ഒരു റഫറി ആയാലും അവരെടുത്ത ഡിസിഷൻ തെറ്റാന്ന് അങ്ങനെ ഒന്നും പറയില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാത്ത ഒരു കാര്യം മാത്രം, അത് മാത്രമായിരിക്കും ആള് മിസ്റ്റേക്ക് ആയി വന്നു എന്ന് ഡിലീറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഈ ഒരു മാച്ചിൽ തന്നെ ഹൊസെലുവിന്റെ സെക്കൻഡ് ഗോളിന്റെ സമയത്തൊക്കെ ഓഫ് സൈഡ് ആണോ അല്ലേ എന്നുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇത്ര പെട്ടെന്ന് റഫറി ഫ്ലാഗ് പൊക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് മാത്രമാണ് ഒരു മിസ്റ്റേക്ക്. കോൺട്രവേഴ്സി ഒഴിവാക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു മൊമെന്റിൽ അങ്ങനെയൊക്കെ വന്നു പോയി, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പൈസ കിട്ടിയോ ഇല്ലേ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ
അത് പിന്നെ നമുക്ക് അക്യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ റിയൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. എഗെയിൻ ബയൺ ഫാൻസ് ആയാലും ബയൺ പ്ലേയേഴ്സ് ആയാലും അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതിഷേധം അത് എന്താ പറയുക, ജസ്റ്റിഫൈഡ് ആണ്. ഓക്കെ, അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പം നമ്മുടെ ടീമിനെതിരെയാണ് ഇങ്ങനെയുള്ളൊരു കാര്യം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മടി ഉണ്ടാക്കും. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ റൈവൽ ഫാൻസ് ക്രൈ മോർ. ഒരു കാര്യം കൂടെ, മാർക്കോ റൂസിനെ സംബന്ധിച്ച് ആളുടെ ഫൈനൽ ഡോട്ട്മുണ്ട് സീസണിൽ UCL അടിച്ചിട്ട് പോവാൻ കഴിയോ? ഓർ റയൽ മാഡ്രിഡിൻ്റെ അനദർ UCL എന്താ നടക്കാൻ പോവുക? നിങ്ങളുടെ പ്രിഡിക്ഷൻ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് അപ്പ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവാൻ വുക്കോവിച്ചിന് ശേഷം ആരായിരിക്കും ന്യൂ കോച്ച്? വളരെ എക്സൈറ്റഡ് ആയിട്ട് KBFC ഫാൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഒരു ആക്ച്വൽ ന്യൂസ് ആ ഒരു കോച്ചിങ് സിറ്റുവേഷനെ പറ്റി വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഹുവാൻ ഫെറാൻഡോ. ATK മോഹൻകുമാർ സൂപ്പർ ജയൻസിനെ ചാമ്പ്യൻസ് ആക്കിയിട്ടുള്ള വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരു കോച്ച് ഹുവാൻ ഫെറാൻഡോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ട് വരും എന്നൊക്കെ പറയുന്നു. കറന്റ്ലി ഈ ഒരു ന്യൂസ് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. സോ ഞാൻ കുറെ ബ്ലാ 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 എന്നൊന്നും പറഞ്ഞ് വെറുപ്പിക്കണില്ല. ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇതൊരു ഇവാനേക്കാളും വലിയ അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി നോട്ട്. ഓക്കെ, ഹുവാൻ ഫെറാൻഡോന്റെ സിസ്റ്റം ആയാലും മണ്ണാങ്കട്ട ആയാലും അത്ര എൻജോയബിൾ ആണെന്നുള്ള ഒപ്പീനിയനൊന്നും എനിക്കില്ല. ബട്ട് ഒരേ ഒരു പോസിറ്റീവ് എന്നുള്ളത്, ഹി ഈസ് എ വിന്നിങ് കോച്ച്. തൻ്റെ ടീമിനെ എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കാൻ കഴിയുന്ന ഒരു കോച്ചാണ്. ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു കോച്ചാണ്. സോ ആ കാര്യത്തിൽ ഞാൻ ഇച്ചിരി ഹാപ്പിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊരു അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചാൽ മേ ബി ഇച്ചിരി. എന്തായാലും ഹുവാൻ ഫെറാൻഡോ ടു കേരള ബ്ലാസ്റ്റേഴ്സ്, നിങ്ങളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള തോട്ട്സ് കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പീസ്.